നീ എന്നെ രാത്രിയിൽ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്ന എവിടെ ഇരുന്ന് എന്നെ എടുക്കുക? നിങ്ങൾ മൂന്നുപേരും കൂടെ എന്ത് ഉദ്ദേശത്തിലാണ്? ഞാൻ കണ്ടു ഇവിടെ നടന്നതല്ല. എന്തിനാ അയാളെ പിടിച്ചോണ്ട് വെച്ചേക്കുന്നത്? താനോ ഇങ്ങനെയാ ഇനി എൻ്റെ ഇച്ഛായന്മാരും കൂടെ കുടിക്കാൻ വേണ്ടിയിട്ടല്ലോടോ താൻ നോക്കുന്നത്? എലിസബത്തിൻ്റെ ബെസ്റ്റ് കണ്ടുപിടുത്തം. താനൊന്നും പറയണ്ട, ഞാൻ നാളെ ഇത് അപ്പച്ചനോട് പറഞ്ഞു കൊടുക്കും. ആഹാ, അപ്പോൾ നീ നാളെ പറഞ്ഞു കൊടുക്കില്ലേ? ഇതും കൂടെ ഇരിക്കട്ടെ. ഇങ്ങനെ നീ അടങ്ങിയ സ്വരത്തോടെ എൻ്റെ പേര് വിളിച്ച എൻ്റെ എലിസബത്തെ എനിക്കിവിടെ നിർത്താൻ മടിയായി തുടങ്ങും. എന്നാലും നീ റൂമിലേക്ക് ഇല്ലേ? പിന്നെ ഇവിടെ കണ്ട കാഴ്ച നീ ആരോടും വിളമ്പാൻ നിൽക്കേണ്ടത്. ഞങ്ങളുടെ പിന്നിൽ ഇവിടെ നീ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നീ എൻ്റെ തനി സ്വരൂപം കാണും. അതുകൊണ്ട് എൻ്റെ എലിസബത്ത് വെച്ച് പോയി കിടന്ന് ഉറങ്ങുക. ശരിയെന്നെങ്കിൽ ഗുഡ് നൈറ്റ്. എടി കുക്കി, നേരം വെളുത്തിട്ട് കുറേ നേരമായി. ഇതെന്തൊരു ഉറക്കമാ? വന്ന് എഴുന്നേക്ക്. കുറച്ച് നേരം കൂടെ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നീ എഴുന്നേറ്റേ. അതോ നിന്നെ വിളിക്കാൻ ഞാൻ ഇനി മമ്മീനെ വിളിച്ചിട്ട് വരണോ? എൻ്റെ പൊന്നോ വേണ്ടായേ, ഞാൻ എഴുന്നേറ്റ്. പിന്നെ ഞാനങ്ങനെ ഇവിടെ എത്തിയത്? അതിനടി നീ അങ്ങനെ ചോദിച്ചത്? എങ്ങോട്ടാ കുഞ്ഞിന്റെ ചാട്ടാന്ന് മനുഷ്യന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ചാർലി എവിടെ കൊണ്ടാ കടത്തിയത്? പിന്നെ വേഗം കുളിച്ച് റെഡിയായിട്ട് വാ. ബാക്കി എല്ലാരും പോയി പള്ളിയിലേക്ക്. മമ്മി ഇറങ്ങി, ഞാൻ ചുമ്മാ പറഞ്ഞതാ, കാര്യമുണ്ടെന്ന്. നീ വേഗം കുളിച്ചിട്ട് വാ, നമുക്ക് ഒരുമിച്ച് പള്ളിയിലേക്ക് പോവാം. എന്തൊരു ദുഷ്ട ജെനിഫർ ചേച്ചി നീ. ഹോ, എനിക്ക് കുറച്ചു നേരം കൂടെ ഉറങ്ങായിരുന്നു. നിങ്ങളെന്തിനാ ഈ നാട്ടിലേക്ക് വന്നത്? എന്താ വണ്ടി തടയൽ സമരം വലിയതാണോ? ഹാ, തോക്കിക്കയറി വെടിവെക്കാതെ എൻ്റെ അങ്കിളെ. ഓ, അങ്കിൾ ദേഷ്യപ്പെടുമ്പോൾ മുഖമൊക്കെ ചുമന്നു വന്ന് എന്നെ ഹാൻസവാ. ഇതിലായിരിക്കും ഡെയ്സി ആൻറ്റി വീണത്. നീ എന്തിനാ രാവിലെ കുറ്റം പറിച്ചോണ്ട് പോകുന്നത്? എൻ്റെ സൗന്ദര്യം അളക്കാൻ വേണ്ടിയിട്ടാണോ? എന്നാന്ന് വെച്ച കാര്യം പറ കൊച്ചനെ, എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്. പറയാൻ കാര്യം ഇങ്ങനെ ധൃതി വെക്കാതെ. താനും പിന്നെ മറ്റവനായി ചാർലിയും കൂടെ തുടങ്ങാൻ പോകുന്ന ന്യൂ പ്രോജക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഫയലാണ് എൻ്റെ ഈ കയ്യിലിരിക്കുന്നത്. സംശയമാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്ക്. ഇത് ഞാനങ്ങ് ചോർത്താൻ പോവുക. നോ, അങ്ങനെ ചെയ്യരുത്. ഇത് നിനക്ക് എവിടുന്നാണ് കിട്ടിയത്? ആരും നിനക്കിത് തന്നത്? ഹാ, ബഹളം വെക്കാതെ എൻ്റെ ഡേവിസ് ചായ. പിന്നെ ഒറ്റ ഒരു ഉദ്ദേശമേ ഉള്ളൂ. ഒന്നാമത്തത്, ആ ക്വാറിയുടെ ടെനൻറ്റ് ഞങ്ങൾക്ക് വേണം. 2, ആ ചാർലിയും ലൂക്ക അങ്കിളും ഒക്കെ ആയിട്ടുള്ള കുടുംബത്തുമായിട്ടുള്ള ബന്ധം. ആ ബന്ധം നമുക്കിനി വേണ്ട. അതങ്ങ് മുറിച്ച് കളഞ്ഞേക്കണം. നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ ഞാനിത് കൊണ്ട് എൻ്റെ കമ്പനിയെ കൊണ്ട് ഈ പ്രവർത്തനം ചെയ്യാൻ നടക്കും. അപ്പോഴാണെങ്കിൽ കൂടുതൽ ലാഭം എനിക്ക്. ചോർത്തിയതിൻ്റെ പേരിൽ തന്നെ അവർ വെറുക്കാൻ തുടങ്ങും. മാന്യമായിട്ട് അവരുടെ തല്ലുണ്ടാക്കി പിരിയും. അവൻ്റെ ഒരു എല്ലും മുറിയുന്ന കാണാൻ തന്നെ ഒരു രസമാണ്. നിങ്ങളുടെ മകളുമായിട്ട് കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ട് ആ കല്യാണം അത് വേണ്ട. ഞാൻ പറയുന്നത് ചെയ്തില്ലെങ്കിൽ പിന്നെ 3 നല്ല സുന്ദരികളായ മക്കളുള്ള അപ്പനാന്നുള്ള ഓർമ്മ വേണം. എന്തിനയച്ചായ നമുക്ക് അവരൊക്കെ ആയിട്ടുള്ള സംബന്ധം? ഞങ്ങളൊക്കെ തന്നെ പോരെ. പിന്നെ അതിനു മുമ്പ് തൻ്റെ തലതെറിച്ച മോനാണെങ്കിൽ എൻ്റെ കൂട്ടുകാരനെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. അവനെ അത്രയും വിടാൻ പറയണം. അല്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസം തന്നെ മോള് വീട്ടിൽ കാണത്തില്ല. സ്കാർലറ്റേ അവളുടെ കാര്യമാണ് പറഞ്ഞത്. ഇന്നത്തെ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയും പട്ടക്കാരും പോയി. നീ ഇവിടെ ഇത് ആരെ വായി നോക്കി നിൽക്കുക? വന്ന് വണ്ടി കയറി. എൻ്റെ ദൈവമേ, മനുഷ്യനെ മനസ്സമാധാനത്തോടെ പ്രാർത്ഥിക്കാൻ പോലും അനുവദിക്കത്തില്ല. എനിക്കറിയാം എല്ലാവരും പോയെന്ന്, പക്ഷെ പപ്പ വന്നില്ല, അതാ ഞാൻ നോക്കിയത്. എന്തായാലും പള്ളിയിൽ നിൻ്റെ അപ്പനില്ല. നീ എന്തായാലും വന്ന് വണ്ടി കയറ്. എല്ലാവരും ഇറങ്ങി. ഇതേ അവിടെ ആണെങ്കിൽ സ്കാർലറ്റ് നിന്നെ കാണാതെ അവിടെ ബഹളം വെക്കുന്നുണ്ട്. ചെല്ലുന്നു അവളുടെ വായ നടക്കാത്തിയുമേ. അല്ലെങ്കിൽ ചാർലിയുടെ കയ്യിൽ നിന്ന് അവൾക്ക് 2 കിട്ടുമെന്ന്. പള്ളി തീരുമ്പോൾ വരുകയും ചെയ്യും, ഇങ്ങനെ കിടന്ന് ബഹളവും കൂടെ. ഇവളെ കൊണ്ട് മടുത്തു.
ഇവിടെ സിംഗിൾസ് ആയിട്ട് ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ റൊമാൻസൊക്കെ കല്യാണം കഴിഞ്ഞ്. സിംഗിള് നീയോ? അതെന്നെ ചീനിച്ചു അങ്ങനെ ഒരു വർത്തമാനം? പിന്നെ ഞാൻ സിംഗിൾ അല്ലേ? എനിക്കാരോ ഉള്ളത്? ആരാ ഇവിടെ സിംഗിള്? ഇവളാണ് ജിനേച്ചി. തൻ്റെ അഭിപ്രായം ഞങ്ങൾ ചോദിച്ചില്ല, ഞങ്ങൾക്ക് കേൾക്കുകയും വേണ്ട. പിന്നെ എന്തേ ജൂലിയറ്റ് എന്തേ? അവളോട് വേഗം വരാൻ പറയും. ഇത് എവിടെ പോയി കിടക്കുക? എടി, അവള് നിന്നെക്കാളും മൂത്ത ബഹുമാനെങ്കിലും നിന്ന് കാണിക്കുക. അച്ഛനെ വെച്ച് നിനക്കിട്ട് തന്നാണ്ടല്ലോ. ഹാ, എൻ്റെ പൊന്നു ഡേസി, നീ കൊച്ചിനോട് വഴക്കുണ്ടാക്കാതെ. അവൾ കുഞ്ഞല്ലേ. ആ, അങ്ങനെ പറഞ്ഞ് കൊഞ്ചിച്ച് വഷളാക്കുന്നതിൻ്റെ ഈ കാണുന്ന. ഡേവിസ് എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ. അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവനിന്ന് പള്ളി വന്നില്ലേ? എന്തായാലും ബാ, നമുക്ക് തിരിച്ചു പോയേക്കാം. എഡ്വേർഡിനോട് വന്നേക്കാൻ പറ കേട്ടോ. ശരി, നീ എല്ലാവരും വണ്ടി കയറ്. എലിസബത്തെ, എങ്ങനെയുണ്ട് നിന്റെ തലവേന? കുറവുണ്ടോടി? ആ എസ്തറിച്ച് കുറവുണ്ട്. ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ. തലവേദനയോ ഇവൾക്കോ? എസ്ത്രിച്ച് വേറെ കാര്യം പറ. ഇത് പള്ളി വരാതിരിക്കാനുള്ള മടിയല്ലേ? എടി സ്കാർലറ്റ്, നീ നല്ല അടി വാങ്ങും കേട്ടോ. മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ബാ, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താണ് ഇന്ന് പള്ളി വരാഞ്ഞത്? ആ, ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് വരുന്നത് നോക്കിയിരിക്കുമായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജെനിഫറും ജൂണും ആയിട്ടുള്ള വിവാഹം നടക്കത്തില്ല. എനിക്കതിന് താല്പര്യമില്ല. പിന്നെ നീയുമായിട്ടുള്ള മറ്റേ ക്വാറിയുടെ ചലഞ്ചില്ലേ, ആ എഗ്രിമെൻ്റ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അത് നിന്ന് ഞാൻ പിന്മാറുക. ഇത് എന്തൊക്കെയാ പറയുന്നത്? കുട്ടികളുടെ കല്യാണം വേണ്ടെന്നോ? നല്ല പച്ച മലയാളത്തിൽ വേണ്ടെന്നല്ലേ പറഞ്ഞത്? എൻ്റെ അടി, നിനക്ക് മനസ്സിലായില്ലേ? ഈ കല്യാണം നടക്കത്തില്ല. നീ എന്താടാ ഡേവിസ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. നീ വിഷമിക്കാതെ. എടോ, തനിക്ക് എത്ര ധൈര്യമായിട്ട് എൻ്റെ അപ്പൻ്റെ മേത്തേക്ക് കൈവച്ചത്? തൻ്റെ കൈ ഞാൻ ഇന്ന് വെട്ടുപോടോ. എന്താടാ ചെറുക്ക നീ പറഞ്ഞത്? അപ്പനോ? ഇവനോ? ഈ നിൻ്റെ അപ്പൻ ഇവനൊന്നും അല്ല. നിൻ്റെ അപ്പന് കെവിനാ. പിന്നെ നിൻ്റെ അമ്മയുടെ പേര് ഹോപ്പ് എന്നാ. കെവിന് ഇവനും കൂട്ടുകാരനാണെന്നു. ഇനി നിന്നെ ഉണ്ടാക്കിയതിൽ ഇവന് പങ്കുണ്ടോയെന്നും അറിയത്തില്ല കേട്ടോ. സത്യത്തിൽ സ്വന്തം അപ്പനായിരുന്നു നിനക്കും അറിയത്തില്ലല്ലോ. ഇനി ഒരക്ഷരം നീ എൻ്റെ മോനെ പറ്റി പറഞ്ഞു പോരുത്. കടക്കട പുറത്ത്. ഈ വീട്ടിൽ ഒറ്റ എണ്ണത്തിനെ കണ്ടുപോയേക്കില്ല. നിന്റെ മകളെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട. അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങുക. ഇവിടെ കയറി പൊറുക്കുന്നൊന്നുമില്ല. പിന്നെ ഈ ചാർലീനെക്കാട്ടിലും നല്ലൊരു ചെറുക്കനെ കൊണ്ട് തന്നെ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ഞാൻ നടത്തും. പിന്നെ ജോണിൻ്റെ ഉള്ളിലെ മോഹം അങ്ങ് മറന്നേക്ക് കേട്ടോ നീ. അത്ര കോൺഫിഡൻസ് വേണ്ട ഡേവിസ് അങ്ങളെ. അങ്ങളുടെ 3 പെൺമക്കളും കെട്ടി വരുന്ന ഈ വീട്ടിലേക്കായിരിക്കും. നോക്കിക്കോ. ആദ്യം തൻ്റെ ഈ മോളെ മരിച്ച്, ഇപ്പം താനോ? ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പെങ്ങളുടെ രോമത്തിൽ പോലും നീ തളർത്തില്ല. ജെനിഫർ, പോയി വണ്ടിയിൽ കയറ്. പപ്പ പ്ലീസ്. നീ ഇവിടെ എന്താ പോയി നോക്കി നിൽക്കുവോ? പോയി വണ്ടി കയറണല്ലേ പറഞ്ഞത്? പപ്പ പ്ലീസ്, എനിക്ക് ജോലിയില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. നിന്റെ വാശി ജയിക്കട്ടെ. ഞാൻ നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോയേക്കുവാ. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല. നീ ഒരു അവകാശം പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വന്നേക്കില്ല. പപ്പ പോവല്ലേ പപ്പ. എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാം പപ്പ. ഡേസി, ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഡേവിഡിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് വന്നിട്ടുണ്ടെന്ന്. മാത്യൂസിൻ്റെ മരണത്തിൽ അവന് പങ്കുണ്ട്. പിന്നെ നീ നമ്മുടെ മക്കളെയൊക്കെ നോക്കിക്കോണം. ഞാനിപ്പോൾ ഓഫീസ് വരെ പോയിട്ട് വരാം. ഞാനിതെന്തൊക്കെ കേൾക്കുന്നു. ആഴ്ച വേഗം പോയിട്ട് വാ. ദാ പപ്പ നോക്ക്, ഡേവിസും ജിമിനും കൂടെ ആണെങ്കിൽ മൂട്ടി തീ പിടിച്ച പോലെ ഓടുന്നുണ്ട്. ബാ, നമുക്ക് വീടിനകത്തോട്ട് കയറാം. എവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ തപ്പി വന്ന ആള് ദാ നിൽക്കുന്നു. ഹായ് സ്കാർലറ്റ്. താൻ എങ്ങനെ എൻ്റെ വീടിനകത്ത് കയറിയത്? കിടന്നു വെച്ച വെക്കാതടി. പിന്നെ നീ ഇപ്പോൾ കുളി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഏത് ഷവർ ചില്ലിട്ടാ നീ കുളിക്കുന്നത്? നീ അടുത്ത് വന്നിക്കുമ്പോഴെന്നാ നല്ല സ്മെല്ലാ നിന്റെ ദേഹത്ത്. കടക്കടോ എൻ്റെ വീടിൻ്റെ പുറത്ത്. മമ്മി, എന്ത് പറ്റിയ സ്കാർലറ്റ്? നിന്നെയൊക്കെ പിടിച്ച് ആരാ വീടിനകത്ത് കയറ്റിയത്? ഇറങ്ങി പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. കൂടുതൽ കിടന്ന് ചൊറിയുന്ന വർത്തമാനം പറഞ്ഞാലേ നീ ഞാൻ കെട്ടാൻ പോകുന്നവളുടെ
ചേച്ചിയെന്ന് ഞാനങ്ങ് മറക്കും. ഞാൻ എൻ്റെ പെണ്ണിനെ കാണാനാണ് വന്നത്. അവളെ കണ്ടിട്ട് ഞാനങ്ങ് പോകും. ഇതെന്താ ഇവിടെ നടക്കുന്നത്? നീ എൻ്റെ കൊച്ചിനെ വിടടാ. ഹോ, എൻ്റെ അമ്മായിയമ്മയുടെ അടുത്ത് നിന്ന് അവർക്ക് ഇത്രയും ചങ്കൂറ്റം കിട്ടിയത് ഞാൻ ഓർക്കുകയും ചെയ്ത്. ഹാ, പിന്നെ നിങ്ങളുടെ മകൻ ഡേവിഡ്, അവനെ ഞങ്ങൾ പൂട്ടി. ഇനി ഇവളെയും ഇവനെയും കൂടെ ശരിയാക്കിയ പിന്നെ സ്കാർലറ്റ് ഞങ്ങളുടെ കയ്യിൽ തന്നെ എത്തും. പോകുക അപ്പം. ബൈ, ഗുഡ് നൈറ്റ്. മമ്മി. ഇത് എത്രാമത്തെ ഇട വലിച്ചിരുന്ന ഇപ്പം തന്നെ ഓവറായി. ബാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. പോരേച്ചേ, എനിക്ക് കുറച്ചും കൂടെ വേണം. പിന്നെ സ്നേഹിക്കുന്നത് തെറ്റാണോ? എൻ്റെ അമ്മയെ പെൻ ചെയ്തത് തെറ്റാണോ? ഇച്ചായൻ തന്നെ പറ. നീ എന്ത് വെളിവില്ലാതെ ഈ വിളിച്ച് പറയുന്ന? ആ ദിവസങ്ങൾ പറഞ്ഞത് ഓർത്തിട്ടാണെങ്കിൽ ഇത് അവർക്ക് കിട്ടിയല്ലോ. ഇപ്പം അവരുടെ മകനിപ്പോൾ ജയിലില്ല. ആ കമ്പനി ഇപ്പോൾ ഏതാണ്ട് പൊട്ടാറായ സ്ഥിതിയാണ്. നീ ബാ, മതി. എടോ, ഇവിടെ ഡ്രിങ്ക്സ് മാത്രമുള്ള അതോ വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ? നീ ചോദിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആ ഏർപ്പാട് ഇവിടെ ഉണ്ട്. പക്ഷെ നിനക്ക് കുടിച്ചിട്ടൊരു ബോധമില്ലല്ലോടാ കൊച്ചനെ. നീ എങ്ങനെയാ ഇനി അതൊക്കെ നടത്തുന്ന? പിന്നെ ഇന്നലെ തിരക്കുള്ള ദിവസമായതുകൊണ്ട് ആരും ഒന്ന് ഫ്രീ അല്ല. ആ, ഇതും പറഞ്ഞിട്ട് ഒരുത്തി ഇവിടെ ഉണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ട് ഇട്ടേക്കുന്നതാ. വലിയ പ്രയോജനമൊന്നും ഇല്ല. നീ എത്ര രൂപ തരും? ചോദിക്കുന്നത് എത്രയെന്ന് വെച്ചാൽ അങ്ങനെ തന്നേക്കാം. അവളെങ്കിൽ അവൾ. എനിക്ക് ആരോഗ്യമൊക്കെ ഉണ്ട് ചേട്ടാ. പിന്നെ ഇച്ചായനങ്ങ് പൊക്കോ, ഞാൻ വീട്ടിലേക്ക് വന്നോളാം. ജാക്സ, ഇത് നീ എന്നോട് ചെയ്യുന്ന ചതിയാ. എൻ്റെ കുഞ്ഞെവിടെയാ? അവളെ വെച്ച് നീ കളിക്കില്ല കേട്ടോ. എവിടെ വേണമെങ്കിലും ഞാൻ സൈനിട്ട് തരാം. എൻ്റെ മോളെ എനിക്ക് തിരിച്ച് വേണം. നീ ഇങ്ങനെ കിടന്ന് മോങ്ങാതെടാ. ഇതിലും വലിയ സങ്കടം എനിക്ക് മാത്യൂസ് പോയപ്പോൾ വന്നത്. പിന്നെ അവളെ ഒന്നും ചെയ്തിട്ടില്ല. അവളെ ഞങ്ങളൊരു സ്ഥലത്തേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. നീ ഇത് വേഗം സൈൻ ചെയ്യേ. അതിന് വേണ്ടി അവളെ നിനക്ക് കൊണ്ടുപോകണ്ടേ? ജൂലിയറ്റിനെ കൊണ്ടുപോകാനായിരുന്നത്. അന്നേരം അറിഞ്ഞത് അവനെ അവളെയും കൂടെ സണ്ണിയങ്ങളുടെ അടുത്തേക്ക് അയച്ചിട്ടുണ്ടെന്ന്. ബുദ്ധിമാനാ നിങ്ങൾ. പക്ഷേ സ്കാലറ്റിനെ ഒറ്റയ്ക്ക് കോളേജിൽ പറഞ്ഞു വിട്ടല്ലേ. ആ, സൈനിട്ട് കഴിഞ്ഞല്ലോ. ഇനി വീട്ടിൽ പോക്കോ, അവിടെ വന്നോളും. ഇരുട്ട് വെളുത്തുന്ന രാവിലെയായി. ഇതുവരെ എൻ്റെ കുഞ്ഞു വന്നില്ലല്ലോ. ഇച്ചായ, എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പെണ്ണ് വിളിച്ചായിരുന്നു. വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണം. നിങ്ങളോട് ഞാനാ വരാൻ പറഞ്ഞത്. എൻ്റെ ക്യാബിനിലേക്ക് പോരോ. എനിക്കൊരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. പിന്നെ വളരെയധികം സ്ട്രോങ് ആയിട്ടിരിക്കണം. ഈ വിഷയത്തെ ഓർത്ത് ദുഃഖിക്കരുത്. മോള് നല്ല ഉറക്കം വെച്ചേ. ഇച്ചാൻ എന്നെ ഈ നോക്കുന്നത്. ഈ ഒരു മാസം കൊണ്ട് നമ്മുടെ ജീവിതം ഒത്തിരി മാറി മറഞ്ഞല്ലേ. പ്ലീസ്, എനിക്കെങ്കിൽ ഓർക്കുമ്പോൾ തന്നെ വിഷമമാണ്. നമ്മുടെ ഡേവിഡ് ആണെങ്കിൽ ഇപ്പം ആ മാത്യൂസിൻ്റെ പേരിൽ ജയിലിലും. ജൂലിയറ്റിനെയും ജിമ്മിനെയും ഞാൻ സ്കാർലറ്റിൽ നിന്ന് പിരിച്ച് അവർ രണ്ടുപേരും ഞാൻ സണ്ണിയുടെ അടുത്ത് അയക്കുകയും ചെയ്തു. അമേരിക്കയിലെ അവന്മാർക്ക് സുഖമായിരിക്കും. ഇവിടെ നിന്ന് അവന്മാരുടെ ജീവന് ആപത്ത. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നമ്മുടെ പൊന്നു മോളായ ജെനിഫറിൻ്റെയും ജൂണിൻ്റെയും കല്യാണമാണെങ്കിൽ ഒരു കള്ളനെ പോലെ ഒളിഞ്ഞു നിന്ന് കാണേണ്ട ഒരവസ്ഥ നമ്മുടെ. ആദ്യം എൻ്റെ പ്രോജക്റ്റ് തട്ടിയെടുത്ത്, പിന്നെയാണെങ്കിൽ കള്ള ഉപ്പിട്ട അച്ഛൻ എൻ്റെ തട്ടിയെടുത്ത്. ഇനി 3 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഇറങ്ങേണ്ട വരും. ഇതെല്ലാം ഇനി 3 ദിവസം കൂടെ ഉള്ളൂ. നമ്മുടെ ഈ സ്വത്തുക്കളിലൊക്കെ നമുക്ക് അവകാശം. അതെല്ലാം ഇനി ജാക്സന്റെ പേരിലാണ്. ഒരു ആശ്രയത്തിന് ലൂക്കയുടെ അടുത്ത് പോകാൻ പറ്റത്തില്ല. ആ ഒരു വഴിയും കൂടെ അടഞ്ഞ്. പാക്ക് ചെയ്യേണ്ടതൊക്കെ പാക്ക് ചെയ്തോണം. പിന്നെ നാളെ രാവിലെ നമുക്കെല്ലാം 3 പേർക്കും കൂടെ തറവാട്ടിലേക്ക് പോകാം. ഇനി അതുള്ള രക്ഷ. ഇച്ചായൻ ഇതെന്തൊക്കെയാ പറയുന്നത്? ഇച്ചായൻ്റെ ഏതവസ്ഥയിലും ഞാൻ ഇച്ചായൻ്റെ കൂടെയുണ്ട്. എടാ ചാർലി, ജോണിച്ചായനെ ഈ സമയത്ത് ഇവിടെ ഇന്ന് അച്ഛൻ്റെ ആദ്യ രാത്രി അല്ലായോ? പിന്നെ അതിനെപ്പറ്റി വല്ല സംശയം ചോദിക്കാനാണെങ്കിൽ എനിക്ക് വലിയ പിടിയില്ല കേട്ടോ. ഞാൻ പിന്നെ ഒരു ന്യൂസ് അറിഞ്ഞ് അത് നിന്നോട് പറയാൻ വേണ്ടി വന്നതാണ്. ഇന്ന് ഓഫീസിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. നമ്മുടെ ഡേവിസ് അങ്കിളിൻ്റെ മറ്റേ കമ്പനിയും പ്രോപ്പർട്ടിയൊക്കെ ഇപ്പോൾ ജാക്സന്റെ പേരിലേക്ക് എഴുതിയെന്ന്. ആ ബെസ്റ്റ് ഹെൻറിക്ക് അവൻ്റെ അപ്പനും കൊടുക്കാത്തതിൻ്റെ കുറവേ ഉള്ളൂ. ഇനി മിലൻ്റെ വരവ് അങ്ങോട്ട് കൂടുമായിരിക്കുമല്ലോ.
എനിക്കറിയത്തില്ല സത്യത്തിൽ അവിടെ എന്തോ സംഭവിക്കുന്നതെന്ന്. എന്തോ കാര്യമായിട്ട് ഭയക്കുന്ന പോലെ തോന്നുന്നു. ഇപ്പോൾ ജെനിഫറിനെ ആണെങ്കിൽ എൻ്റെ കൂടെ വിട്ടു, ജൂലിയറ്റിനെയും നമ്മുടെ ജിമ്മിനെ ആണെങ്കിൽ കാനഡയിലേക്ക് പറഞ്ഞു വിട്ടേക്കോ അവരുടെ സണ്ണിയങ്കളുടെ കൂടെ. ഇനിയിപ്പോൾ സ്കാർലറ്റ് മാത്രമേ അവിടെ ഉള്ളൂ. ഇന്നലെ നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞു സ്കാർലറ്റിന് TC കൊടുത്തെന്ന്, അവരുടെ ദിവ്യ തങ്ങൾ വന്ന് റിക്വസ്റ്റ് ചെയ്തെന്ന്. അവളിനി പഠിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇച്ചായൻ്റെ ഈ സംസാരം ഇവിടെ കൊണ്ട് നിർത്താം. ഇതെങ്ങോട്ട് പോകുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. സ്കാർലറ്റ് ഇനി അവളുടെ കാര്യമൊന്നും മിണ്ടണ്ട. ആ കേസൊക്കെ ഞാൻ വിട്ട്. ഒരു വക്കാലത്തും പറഞ്ഞുകൊണ്ട് വരികയും വേണ്ട. ഇച്ചായനെന്താ എന്നെ വിളിച്ചത്? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ജെനിഫർ, നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, നമുക്ക് വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോകണം. ഇന്ന് രാവിലെ ഡേവിസ് അങ്കിളും ഒക്കെ യാത്ര ചെയ്തിരുന്ന കാറ് ആക്സിഡൻ്റ് ആയെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. ഇച്ചായ, ഇതെന്തായി കേൾക്കുന്നത്? എന്നെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെല്ലും. ഓക്കെ എങ്കിൽ നീ വേഗം വാ. പിന്നെ വീട്ടിലുള്ള എല്ലാവരും ഹോസ്പിറ്റലിലുണ്ട്, കുറച്ച് സീരിയസ്. നീ വേഗം വാ. ഈശോയ, അവർക്കെന്തെങ്കിലും പറ്റുമോ? ഒന്നും സംഭവിക്കാതിരുന്നാൽ മതി. എൻ്റെ വേളാങ്കണ്ണി മാതാവേ, നിൻ്റെ മുമ്പിൽ ഞാൻ ഒരു 100 കോടി മെഴുകുതിരി കത്തിച്ചോളാവേ. നീ വിഷമിക്കണ്ടടി, ഒന്നും സംഭവിക്കില്ല. ദയാപ്പ, ഡോക്ടർ വരുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഡേവിസ് എന്ന് പറഞ്ഞ പേഷ്യൻസിൻ്റെ ഒക്കെ റിലേറ്റീവ്സ് ആണല്ലേ? പിന്നെ ഈ നിൽക്കുന്ന എഡ്വേർഡ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് കേസാക്കാഞ്ഞത്. പിന്നെ ഡേവിസ് ആൻഡ് ഡേസി എന്ന് പറഞ്ഞ പേഷ്യൻസിൻ്റെ അവസ്ഥ ഇപ്പം വളരെ മോശമാണ്. അവരിപ്പോൾ കോമയില്ല. എത്ര നാളെടുക്കും അവർ റിക്കവർ ചെയ്യുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയത്തില്ല. പിന്നെ അവരുടെ മകളുണ്ടല്ലോ സ്കാർലറ്റ്. പിന്നെ സ്കാർലറ്റ് എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു. കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ആക്സിഡൻറ്റ് കാരണം ആ കുട്ടിക്ക് കുറച്ച് മെമ്മറി ലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല, ചെറിയ ചെറിയ പരിക്കുകളുണ്ട്, അത് ഞാൻ ഡ്രസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കൂടുതൽ കെയർ വേണ്ട സമയമാണ്. ഷീ ഈസ് 1 month പ്രഗ്നൻറ്റ്. പ്രഗ്നൻ്റ്